ഹായ് ഓൾ നമസ്കാരം. ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഗ്രൂപ്പ് ഡി പറഞ്ഞൊക്കെ നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ കേൾക്കാത്തവർക്കായി ഒരിക്കൽ കൂടി പറയാം, ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന് വേണ്ടി എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, RRB ഗ്രൂപ്പ് ഡി ലേണിംഗ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രീ സീരീസിലൂടെ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കാണാം കേട്ടോ. കാരണം ഇത് ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അധികം വൈകിപ്പിക്കുന്നില്ല, ഞാൻ സുബിൻ സുബകൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ റീസണിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ തരംതിരിക്കുക എന്നുള്ളതാണ് അല്ലേ. ആ ഒരു ടേമിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നത് ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കുക, ഫീച്ചർ തപ്പിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ അത്രയും രീതിയിലൊന്നും നിങ്ങൾ നോക്കണ്ട. സിമ്പിളായിട്ട് പറയാം, കോമൺ ക്വാളിറ്റികളെല്ലാം കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യാൻ മുന്നോട്ട്. ഇപ്പോൾ നമ്മുടെ രക്ഷാർത്ഥക്കളൊക്കെ സ്ഥിരമായിട്ട് പറയുന്നൊരു വാക്കാണ് അല്ലേ, നിങ്ങളെ രണ്ടിനെയും ഒരു വണ്ടിയുടെ അപ്പുറം ഇപ്പുറം കെട്ടാമെന്ന് അല്ലേ. അതെന്ന് വെച്ചാൽ എന്താ അങ്ങനെ പറയുന്നത്? നമ്മളെ വണ്ടിയെ കെട്ടി വലിക്കാൻ വേണ്ടിയാണോ? അല്ലേ. ചില കാര്യങ്ങൾക്ക് സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് അപ്പം അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് നമ്മളിലുണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പറയാൻ വേണ്ടി പറയുന്ന ആ ഒരു ഫീച്ചറാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാനുള്ളൂ. കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഓഡ് വൺ ഔട്ട് എന്നാണ് നമ്മൾ മറ്റൊരു രീതി. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ഏതാണ് എന്നില്ല, ഒറ്റയാനെ കണ്ടുപിടിക്കുക അഥവാ ഓഡ് വൺ ഔട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്ന് നമ്പർ ബേസ് ചെയ്തിട്ടുള്ളത് വരും, പിന്നെ ഏതാണ് ലെറ്റർ ബേസ് ചെയ്തിട്ട് വരും, പിന്നെ ഏത് വരും, GK വരും. നമ്പർ വരും, ലെറ്റർ വരും, പിന്നെ ഏത് വരും, GK വരും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ തൊട്ട് മുമ്പുള്ള നമ്മുടെ ക്ലാസ്സിലെ അനലോഗിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ മേളിൽ പോയി കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഓർഡർ നമുക്ക് കിട്ടും. ആ ഒരു നിശ്ചിത ഓർഡറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഒരു ടൊമാറ്റോ, ടെർമറിക്ക്, പിന്നെ അടുത്തത് പൊട്ടറ്റോ, പിന്നെ ഏതാ പറയുന്നത്, ക്യാരറ്റ്, പിന്നെ ജിഞ്ചർ. വായിക്കാൻ പറ്റുന്നുണ്ടോ ആവോ, അതൊന്ന് നോക്കണം. ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ജിഞ്ചർ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, ടൊമാറ്റോ ഉണ്ട്, ടെർമറിക് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ജിഞ്ചർ ഉണ്ട്. ഇതിനകത്ത് ഓഡ് വൺ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിനും ഇന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇത് ഇന്ന ഫീച്ചറുകളുണ്ടല്ലോ എന്ന് നിങ്ങൾ. അപ്പോൾ ഇതിനെ കോമൺ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടെർമറിക് ആയിക്കോട്ടെ, പൊട്ടറ്റോ ആയിക്കോട്ടെ, ക്യാരറ്റ് ആയിക്കോട്ടെ, ജിഞ്ചർ ആയിക്കോട്ടെ, ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇത് ഭൂമിയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇത് നമ്മൾ സോയിലിനകത്തുള്ളതല്ലേ, ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളല്ലേ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്, ടൊമാറ്റോ ആണ്. അല്ല, അതൊരു വെജിറ്റബിളിൻ്റെ കേസിലാണെങ്കിലും അത് എവിടെയാണ്, മേളിലാണ് അല്ലേ, തറയിൽ നിന്ന് മണ്ണിലല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഞാനിത് പറയാൻ കാരണം, അപ്പോൾ നമ്മൾ ഇത് ഓരോന്നിനും ഒരു ഗ്രൂപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലുണ്ട്, അത് ഇന്നടത്തേക്ക് പോകും, അത് ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലായി. അല്ലാതെ ഓരോന്നിനും ഇന്ന വൈറ്റമിൻ ഉണ്ട്, അത് ഇന്ന സമയത്ത് കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇനി അതേപോലെ തന്നെ മറ്റൊരു കേസ്, ഇപ്പോൾ കാർട്ടൂണ്, ഗ്രൗണ്ട്, പിന്നെ റൂം, പിന്നെ ഹാള്, ബോക്സ്. ഇതിനകത്ത് ഓഡ് വൺ ഏതായിരിക്കും? കാർട്ടൂൺ ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, റൂമുണ്ട്, ഹാളുണ്ട്, ബോക്സ് ഉണ്ട്. ഇതിനകത്ത് ഓഡ് വൺ ഏതായിരിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തായിരിക്കും ഇതിൻ്റെ ഓഡ് വൺ? ഇതിൻ്റെ ഓഡ് വൺ ഏതാ? ഗ്രൗണ്ട് അല്ലേ. ബാക്കിയെല്ലാം എന്താണ്, 3 ഡയമെൻഷനാണ്, ഓരോ മൂലകളും കാര്യങ്ങളും. ഇപ്പോൾ കാർട്ടൂൺ ബോക്സുകളില്ലേ, കാർട്ടൂൺ ബോക്സ്, പിന്നെ റൂം,
ഹാള് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ 2 ഡയമെൻഷൻ മാത്രമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയാം, കളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വയലറ്റ് എന്ന് പറയുന്ന കളറുണ്ട്, ബ്ലൂ എന്നുള്ളതുണ്ട്, ഗ്രീൻ. ഇപ്പോൾ നോക്കി ഞാൻ നോട്ട് ചെയ്യാം. ഓക്കെ, വയലറ്റ്, പിന്നെ ഏതാണ്, ബ്ലൂ ഉണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ഇപ്പം നമ്മൾ ഇതിനകത്ത് ഏതാണ് ഓഡ് വൺ എന്ന് ചോദിച്ചാൽ നമുക്ക് വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, വൈറ്റ്, യെല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വെബ്ജിയോർ ആണ് അല്ലേ, റെയിൻബോ കളേഴ്സ്. അപ്പോൾ അതിനകത്ത് ഏത് വരുന്നില്ല, വൈറ്റ് വരുന്നില്ല. ബാക്കിയെല്ലാം ഏതിനകത്തുണ്ട്, വിബ്ജിയോർ അല്ലെങ്കിൽ റെയിൻബോ കളേഴ്സിനകത്തുണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്നതിനെയൊക്കെ അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ ചേർത്ത് കോമൺ ഒരു ഇതായിട്ട് അങ്ങ് ചിന്തിച്ചാൽ മതി. അതിൽ നിന്ന് ആര് മാറിയിരിക്കുന്നു എന്ന്. അല്ലാതെ ഓരോന്നും ഇന്ന കാരണങ്ങൾ അതിനകത്തുണ്ടെന്ന് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ട് നമുക്കത് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ എന്താണ് MCQ ആണ് ചെയ്യാൻ പോകുന്നത്. MCQ എന്ന് പറയുമ്പോൾ അതെന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് 20 ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പം എന്തായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 3 amongst the following 4 are same. പിന്നെ ഹൗ സിമിലർ ആൻഡ് ഫോം എ ഗ്രൂപ്പ് വിച്ച് വൺ ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്. SRT, PQO, KJL, VUW. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പല കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒറ്റയടിക്ക് നോക്കിയാൽ ആദ്യത്തേതിനകത്ത് എന്തില്ല, വവ്വലില്ല. രണ്ടാമത്തേതിനകത്ത് ഒരു വവ്വലേ ഉള്ളൂ. മൂന്നാമത്തേതിനകത്ത് എന്തില്ല, വവ്വലില്ല. നാലാമത്തേതിനകത്ത് ഒരു വവ്വലേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഒരു വവ്വൽ മാത്രമുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വേണേൽ അങ്ങനെയും അതെന്താണ് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അതും എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നതിന്, അതായത് ഞാൻ പറഞ്ഞത് ഈ തന്നിരിക്കുന്ന ABCD ഇല്ലേ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സിനകത്ത് ഒരു വവ്വൽ മാത്രമേ ഉള്ളെങ്കിൽ അതും ഓഡ് വൺ ആവാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതും എന്താണ്, ഓഡ് വൺ ആവാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. SRT നോക്കിയേ, SR -1 ആണ്, ST എന്താണ്, +1 ആണ് അല്ലേ. SR -1, ST +1. നോക്കിയേ, PQ +1 ആണ്, PO -1 ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇവിടെ കിട്ടുന്നുണ്ട്. SRT, SR എന്താണ്, -1, RT +1 ആണ്. അടുത്തത് ഏതാണ്, PQO എന്ന് പറയുമ്പോൾ PQ എന്ന് പറയുന്നത് +1ഉം PO എന്ന് പറഞ്ഞാൽ -1ഉം രണ്ടും രണ്ട് രീതിയാണ്. അപ്പോൾ മൂന്നാമത് വരുന്ന ഏതാണോ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ബേസ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ KJ എന്താണ്, -1 ആണ്, JL +1 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഏതാണ്, PQO ആണ് അല്ലേ. കാരണം അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്ത് നോക്കണമെന്നില്ല, കാരണം രണ്ടെണ്ണം സെയിം ആണ്, ഒരെണ്ണം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ഓൾറെഡി എന്തായിരിക്കും, ആ രണ്ടെണ്ണത്തിൻ്റെ ഗ്രൂപ്പിൽ തന്നെ വരത്തുള്ളൂ. അത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ, അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, 3 amongst the following 4 are some. How similar and form a group. Okay, MNOM, BDCB, XZYZX, PRQP. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തേ. വളരെ എളുപ്പത്തിലുള്ളതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിയടേ, അവസാനത്തെ 3 എണ്ണം എന്തുവാ, റിവേഴ്സിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. ആദ്യം അവസാനം സെയിം ആണ്, അവസാനത്തെ 3 എണ്ണം നോക്കിയേ. ഇവിടെ ബി, രണ്ടാമത്തത് BDCB ആണ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, ആദ്യം അങ്ങേ അറ്റത്ത് പോയി തിരിച്ചു. ഇവിടെ നോക്കിയ MNOM അങ്ങനെ വന്നു, പക്ഷേ ഒരു കറക്ഷൻ എയ്ക്കകത്തുണ്ടല്ലേ. അതായത് MNO എന്നായിരുന്നു തിരിച്ചു വരേണ്ടത്, പക്ഷെ ഇവിടെ തിരിച്ചാൽ വന്നി. അപ്പോൾ ഇനി ഈ രണ്ടെണ്ണത്തിലും വ്യത്യാസമുണ്ട്. ഇനി മൂന്നാമത്തേലേക്ക് വരാം, XXYZ. അപ്പോൾ X ഇവിടെ X
ലാസ്റ്റിലേക്ക് എക്സ് വന്നു, റിവേഴ്സ് വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആരോ അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന രീതിയാണ് അല്ലേ. അപ്പോൾ ഏതാണ് ഓഡ് വണ്ണ്? ഓപ്ഷൻ എ. ഏതാണ് ഓഡ് വൺ? ഓപ്ഷൻ എ. കാരണം എന്താണ്? അവിടെ എം ഫസ്റ്റിൽ വന്ന് ലാസ്റ്റിലേക്ക് പോയിട്ട് റിവേഴ്സിൽ വരുന്ന രീതിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ചെറിയൊരു കറക്ഷൻ. ബാക്കിയെല്ലാം സെയിം ആയിട്ടാണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. CEG IKM PRT QOM. ഇനി നമ്മൾ എങ്ങനെ ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ നോക്കിയേ, ഒന്നാമത്തത് എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് അറേഞ്ച്മെന്റ് തന്നെ അല്ലെ. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ലെഫ്റ്റ് ടു റൈറ്റ് അറേഞ്ച്മെന്റ് തന്നെയാണ് CEG. അടുത്തത് IKM ഓക്കെ ആണ്. ഇനി അതേപോലെ തന്നെ PRT ഓക്കെ ആണ്. അടുത്ത് നോക്കി QOM തിരിച്ചല്ലേ വന്നിരിക്കുന്നേ? QOM തിരിച്ചല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ സാധാരണ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. ഈ നാലാമത്തെ കേസ് എന്താണ്? റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഇതെന്താണ്? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനി വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. നോക്കിയേ, C+2 EA +2 G, അതേപോലെ തന്നെ I+2 K ആണ്, +2 M ആണ്, P+2 R ആണ്, R+2 T ആണ്. പക്ഷേ Q-2 ആണ് ഏത്? O. അങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വന്നത് ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിളായിട്ടൊന്ന് നോക്കിയാൽ മാത്രം മതി. ആ സിമ്പിളായിട്ട് നോക്കി ഇത് ഇന്നതാണ്, ഇത് ഇന്ന രീതിയിൽ വരുന്നതാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്താൽ മതി? ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ അടുത്ത കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ MCQ ഏതാണ്? 4 ആണ്. അതായത് MCQ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇവിടെ എന്താണ്? പഗോഡ മൊണാസ്ട്രി ടെമ്പിൾ മോസ്ക്. പഗോഡ മൊണാസ്ട്രി ടെമ്പിൾ മോസ്ക് ഏത് വരും ഇവിടെ ആൻസർ? ഏത് വരും ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഗോഡ മൊണാസ്ട്രി ടെമ്പിൾ മോസ്ക്. പഗോഡ എന്ന് പറഞ്ഞ എന്താണ്? ഒരു ആരാധനാലയമാണ് അല്ലേ. പഗോഡ എന്ന് പറയുന്ന ഏതാണ്? ആരാധനാലയമാണ്. മൊണാസ്ട്രി എന്ന് പറഞ്ഞ എന്താണ്? ആശ്രമം പോലെ. ഈ ചൈനീസ് ആളുകളൊക്കെ അല്ലെങ്കിൽ ടിബറ്റൻസിൻ്റെ ഒക്കെ ഒരു സന്യാസിമാരുടെയൊക്കെ ആശ്രമമാണ് ഏതെന്ന് പറയുന്നത്? ആശ്രമമാണ് ഏതെന്ന് പറയുന്നത്? മൊണാസ്ട്രി. അതൊരിക്കലും എന്തല്ല? വർഷിപ്പ് സെൻറ്റർ അല്ല, അവരുടെ താമസ സ്ഥലം കൂടിയാണ് ഏത്? മൊണാസ്ട്രി. പിന്നെ ടെമ്പിള്, മോസ്ക്. അപ്പോൾ പഗോഡ ആയിക്കോട്ടെ, ടെമ്പിൾ ആയിക്കോട്ടെ, മോസ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം ഏതാണ്? വർഷിപ്പ് സെൻറ്റേഴ്സ് ആണ് അല്ലേ. വർഷിപ്പ് സെൻറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ആരാധനാലയങ്ങളാണ്. പക്ഷേ മൊണാസ്ട്രി എന്ന് പറയുന്ന ഏതാണ്? അതൊരു ആശ്രമം അല്ലെങ്കിൽ മഠം, സന്യാസാശ്രമം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ മഠങ്ങളില്ലേ, സന്യാസിമാരുടെ മഠങ്ങളില്ലേ, അതെല്ലാമാണ് ഏത്? മൊണാസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മൊണാസ്ട്രി. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്ത കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ MCQ 5 ആണ്. BD6 FH14 JL22 NP31. ഇതൊക്കെ ഇപ്പോൾ ഇതിനകത്ത് എന്താണ്? ഒരു നമ്പർ വന്നു, ലെറ്റേഴ്സും വന്നിട്ടുണ്ട്, നമ്പരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ നമുക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിന് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏതായാലും നമ്മൾ നോക്കട്ടെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം? ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കൊണ്ട് ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടേബിൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് ടോപ്പിക് ഏതാണോ അതിനകത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൽഫബറ്റ്സിൻ്റെ ആ ഒരു പൊസിഷനിങ്ങിൻ്റെ ഒരു ടേബിളിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ ഇവിടെ നോക്കിയേ, 6 ഉണ്ട്, 14 ഉണ്ട്, 22, 31. ഇവിടെ വേണേൽ 31 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? പ്രൈം നമ്പറാണ് എന്നും പറഞ്ഞുകൊണ്ട് ആ നമ്പർ മാത്രമായിട്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ? ചൂസ് ചെയ്യാം. എങ്കിൽ നോക്കാം ഇനി വേറെ എന്തെങ്കിലും വരുന്നോ? ബി എന്ന് പറയുന്നതും ഡി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന 2 ആണ്, ഡി എന്ന് പറയുന്ന എത്രയാണ്? 4 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും അല്ലേ. നോക്കിയുടെ അതേപോലെ തന്നെ എഫ് എന്ന് പറയുന്ന ഏതാണ്? 6ാമത്തെ ലെറ്റർ ആണ്. എച്ച് എന്ന് പറയുന്നത് എത്രാമത്തെയാ? 8ാമത്തെ ലെറ്റർ ആണ്. അത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 14 കിട്ടി. അപ്പോൾ ആദ്യത്തെ 2 ലെറ്ററിൻ്റെ നോർമൽ പൊസിഷൻ കൂട്ടുമ്പോൾ ആദ്യത്തെ 2 ലെറ്റേഴ്സിൻ്റെ
നോർമൽ പൊസിഷൻ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അതിൻ്റെ നമ്പർ നമുക്ക് അവിടെ കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ ജെ എന്ന് പറഞ്ഞ് നമുക്കറിയാം എത്രയാ, 10 എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 12 ഇത് രണ്ടും കൂടെ കൂട്ടുന്നതല്ലേ 22. അപ്പോൾ ഇതുവരെ വന്നതിനകത്ത് ഈ 3 എണ്ണത്തിൽ എന്ത് വന്നിട്ടില്ല, മാറ്റങ്ങൾ വന്നിട്ടില്ല അല്ലേ. ആദ്യത്തെ രണ്ട് ലെറ്ററിൻ്റെ കൂടെ എന്താണ്, സമ്മാണ് ഏത് തന്നിരിക്കുന്ന നമ്പർ. ഇനി എൻ എന്ന് പറയുന്നത് എത്രയാണ്, എൻ എന്ന് പറയുന്നത് എത്ര, 14. പി എന്ന് പറയുന്നത് എത്രയാ, 16. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 30 വരുന്നത്. പക്ഷേ ഇവിടെ എത്രയാ, 31. പക്ഷേ ഇവിടെ എത്രയാ വന്നിരിക്കുന്നത്, 31. അപ്പോൾ അതുമല്ലല്ലോ. അടുത്തതിലേക്ക് വരാം. അപ്പോൾ അടുത്ത നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏത് വരും, ഓപ്ഷൻ ഡി NP31 കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 ലെറ്റർ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനകത്ത് ഇവർ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ, ആദ്യത്തെ 2 ലെറ്ററിനെ അതിൻ്റെ നോർമൽ പൊസിഷന് കൂട്ടിയിട്ടാണ് ഏത് പറഞ്ഞിരിക്കുന്നത്, തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്തിയത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ബ്രോക്കർ, സെയിൽസ്മാൻ, കസ്റ്റമർ, ഹൗക്കർ. ബ്രോക്കർ, സെയിൽസ്മാൻ, കസ്റ്റമർ, ഹൗക്കർ. ഇതിനകത്ത് ഏത് വരും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. ഇപ്പം ബ്രോക്കർ ആയിക്കോട്ടെ, സെയിൽസ്മാൻ ആയിക്കോട്ടെ, ഹൗക്കർ അഥവാ ആക്രിക്കാരനായിക്കോട്ടെ, ഓക്കെ ആണല്ലോ. ബ്രോക്കർ, സെയിൽസ്മാൻ, ഹൗക്കർ അഥവാ ആക്രിക്കാരനായിക്കോട്ടെ, ഇവരൊക്കെ കസ്റ്റമറിന് വേണ്ടിയല്ലേ സർവീസ് ചെയ്യുന്നത്. പക്ഷേ ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആൾ ഈ 3ലും പെടുന്നയാണോ, അല്ല. ഓക്കെ, അതായത് ഈ കസ്റ്റമർ എന്ന് പറയുന്ന വ്യക്തിക്കാണ് എന്ത് ചെയ്ത് കൊടുക്കുന്നത്, ഓരോ കാര്യങ്ങൾ ഈ ബ്രോക്കർ ആയിക്കോട്ടെ, സെയിൽസ്മാൻ ആയിക്കോട്ടെ, ഹൗക്കർ ആയിക്കോട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓഡ് വൺ എന്ന് പറയുന്ന ആരാ, കസ്റ്റമർ. ഈ കസ്റ്റമറിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കസ്റ്റമർ, ക്ലൈൻറ്റ്, കൺസ്യൂമറുണ്ട്. കസ്റ്റമർ, ക്ലൈൻറ്റ്, കൺസ്യൂമർ ഇവരൊക്കെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നല്ല ഇതിനു മുമ്പത്തെ നമ്മുടെ അനലോഗി എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഏത്, ഈ കസ്റ്റമർ, ക്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡോക്ടറിൻ്റെ, പേഷ്യൻ്റ്, വക്കീലിൻ്റെ എന്താണ്, ക്ലൈൻ്റ് ആണ്. ഷോപ്പുകാരൻ്റെ ഏതാണ്, കസ്റ്റമറാണ്. ഏതെങ്കിലും പ്രോഡക്റ്റിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ഏതാണ്, കൺസ്യൂമറാണ്. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കസ്റ്റമറിൻ്റെ വിവിധ തരം നെയിംസ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. അത് അനലോഗിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അതൊന്ന് ചേർത്തൊന്ന് പഠിച്ചോളുക. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്, കറക്ഷൻ ഉണ്ട്, ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്, ബെറ്റർമെൻ്റ് ഉണ്ട്, എലിവേഷൻ ഉണ്ട്. കറക്ഷൻ, ഇംപ്രൂവ്മെൻറ്റ്, ബെറ്റർമെൻറ്റ്, എലിവേഷൻ. ഓർത്ത്, കറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കറക്ഷൻ തിരുത്തി പോവുക. ഇംപ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ഡെവലപ്പ് ആയി പോവുക. ബെറ്റർമെൻറ്റും നന്നാക്കുക. ഇനി എലിവേഷൻ എന്താണ്, ഇപ്പം നമ്മൾക്കറിയാം ഉയരം, ഉയർച്ച എന്നിവയൊക്കെയാണ് ഏത്, എലിവേഷൻ. ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ 3 ഡയമെൻഷനിൽ ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് ഡി ആണ്, അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഏതാണ് എലിവേഷനും കാര്യങ്ങളൊക്കെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്നതാണ് കാര്യങ്ങൾ. അതും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു 3D സമയം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഏതിനകത്താണ് റൈറ്റ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ കൊടിമരത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എലിവേഷനും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പം ഈ 4 എണ്ണത്തിൽ വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ആരാണ്, എലിവേഷനാണ് അല്ലേ. ഏതാണ് എലിവേഷൻ. ബാക്കിയെല്ലാം എന്താണ്, ഉയർച്ച, മഹത്വം പോലുള്ള ഉയർച്ചയെക്കുറിച്ചുള്ള ഉയർച്ച എന്നല്ല, ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ എന്ത് ചെയ്യുക, ബെറ്റർ ആക്കുക, നന്നാക്കുക എന്നുള്ള കേസാണ് ആദ്യത്തെ 3 എണ്ണത്തിൽ വരുന്നത്. ദെൻ അതേപോലെ തന്നെ അടുത്ത കേസിൽ കാറ്, ബസ്, എൻജിൻ, ട്രെയിൻ, നൈഫ്, ഡഗ്ഗാറ്, പിസ്റ്റൽ, ഗണ്ണ്. നോക്കിയേ, കാർ, ബസ്, എൻജിൻ, ട്രെയിൻ, നൈഫ്, ഡഗ്ഗാറ്, പിസ്റ്റൺ, പിന്നെന്താ, ഗണ്ണ്. ഇതിനകത്ത് ഏതാണ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് ഏത് വരും ഇവിടെ, ഇപ്പം ബസ്, കാറ്, വെഹിക്കിൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതല്ലേ. നൈഫ്, ഡഗ്ഗാർ എന്ന് വെച്ചാൽ കടാര പോലുള്ള കാര്യങ്ങൾ, കടാരയൊക്കെ കണ്ടില്ലേ, അതാണ് കത്തി പോലുള്ള കേസ് തന്നെയാണ്. പിസ്റ്റൽ, ഗണ്ണ് അത് തോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പ് ചെയ്ത് തന്നെ പറയാൻ പറ്റുന്നതല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ഓഡ് വണ്ണ്, എൻജിൻ, ട്രെയിൻ. അത് രണ്ടും കോമൺ ഗ്രൂപ്പ് അല്ല, അല്ലെങ്കിൽ കോമൺ ക്ലാസ്സിൽ വരുന്നതല്ല ഏത്, എൻജിനും ട്രെയിനും. പക്ഷേ ബസ്സും കാറും വെഹിക്കിൾ എന്ന് പറഞ്ഞതിനകത്ത് വരുന്നതല്ലേ. നൈഫ് പിന്നെ ഡഗ്ഗാർ എന്ന് പറയുന്നത് നമുക്ക് ആയുധവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതല്ലേ. പിസ്റ്റണും
ഗണ്ണും ഒക്കെ അതിൽ വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഏത് വരും ഇവിടെ? എൻജിൻ ട്രെയിൻ. ഏതാണ്? എൻജിൻ ട്രെയിൻ. ഓക്കെ അല്ലേ? അപ്പം 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, എത്ര? 5 × 125, 8 × 2 × 4, പിന്നെ 3 × 27 × 25, ഓക്കെ, 4 × 2 × 2. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന കാര്യം എന്തുവാണെന്നറിയാവോ? നോക്കിയേ, ഇതിനകത്ത് 3, 27, 25 ഇതിനകത്ത് എന്തില്ല? ഈവൻ നമ്പർ ഇല്ല. ബാക്കി എല്ലാത്തിനകത്തും എന്തുണ്ട്? ഈവൻ നമ്പറുണ്ട്. സോറി, നോക്കി, എയും സിയും തമ്മിലുള്ള ബന്ധം എന്താ? അതിനകത്ത് ഏത് മാത്രമേ ഉള്ളൂ? ഓഡ് നമ്പർ മാത്രമേ ഉള്ളൂ. ബിയും ഡിയും അതിൻ്റെ പ്രത്യേകത എന്താ? ഈവൻ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓഡാണോ ഈവൻ ആണോ എന്നുള്ള കേസ് വരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാലോ. 5 × 225 5ൻ്റെ ക്യൂബ് 5 × 5 × 5 എന്ന് എഴുതാം. ഇനി ഇതിനെ സംബന്ധിച്ചതോ 8, 2, 4. 8 എന്ന് പറയുന്നത് 2 × 2 × 2, പിന്നെ × 2, പിന്നെ അടുത്ത ഏതാ? 2 × 2. അടുത്ത് ഇവിടെ നോക്കി, 3 × 3 × 3 × 3 × 5 × 5. അടുത്തത് 2 × 2 × 2 × 2 × 2. ശ്രദ്ധിച്ചേ, ഇത് നോക്കി, ഇങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇതെല്ലാം ആദ്യത്തെ 3 എണ്ണം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ? പെർഫെക്റ്റ് സ്ക്വയറാ. ആദ്യത്തെ 3 എണ്ണം ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ? പെർഫെക്റ്റ് സ്ക്വയറാ. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നോക്കിയടെ, 5 × 5, പിന്നെ അതേപോലെ തന്നെ 5 × 5 2 സെറ്റ് അല്ലേ. അപ്പോൾ ഇത് മൂന്നാമത്തത് ഒഴിച്ച്, സോറി മൂന്നാമത്തല്ല, 4ാമത്തതൊഴികെ ബാക്കിയെല്ലാം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയറാണ്. 4ാമത്തതൊഴികെ ബാക്കിയെല്ലാം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയറാണ്. ഇതെന്തല്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ഔട്ട് ദ റോങ് നമ്പർ ഇൻ ദ ഗിവൺ സീരീസ്. ഇതും ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഇത് സീരീസിലും നമുക്ക് ഇത് തന്നെ ചോദിക്കാറുണ്ട്. സീരീസിൻ്റെ കൂട്ട് തന്നെ ഇവിടെ ഇത് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഈ തന്നിരിക്കുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത പാറ്റേണിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഏത്? സീരീസ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഉള്ള പ്രത്യേകത അപ്പം നോക്കിയേ, 5, 11, 23, 47, 96, 191, 383. ഇതിൻ്റെ വ്യത്യാസം എത്ര? 6. ഇതിൻ്റെ വ്യത്യാസം 12. 23, 47, 18. അപ്പോൾ അടുത്ത സ്വാഭാവികമായിട്ട് എത്ര വരണം? 24 വരണം. പക്ഷേ ഇത് 24 അല്ല. അടുത്ത എത്ര വരണം? 48 അല്ല. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത എത്ര വരും? 72. ഓക്കെ, ക്ലിയർ. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഓഡ് വൺ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. 96 ആണല്ലേ. കാരണം ഈ തന്നിരിക്കുന്ന ഓർഡർ അനുസരിച്ചിട്ട് 6, 8, 12, 24 എന്നാ പോണ്ടേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 24 വരുമ്പോൾ 95 വരണ്ടേ. എത്ര വരണ്ടേ? 95. പക്ഷേ എത്രയാ വന്നിരിക്കുന്നത്? 96. അപ്പോൾ ഇതിനകത്തെ റോങ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 96. ഏതാണ്? 96. വേറൊരു കാര്യം കൂടെ പറയാം. മറ്റൊരു രീതിയിൽ ഇത് പറയുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ ഓപ്ഷനിൽ 4 നമ്പർ തന്നിട്ടില്ലേ? ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഏതെന്ന് പറയുന്നത്? റോങ് നമ്പർ എന്ന് പറയുന്നത്. 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഏതെന്ന് പറയുന്നത്? റോങ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന സീരീസിൽ എല്ലാം ഒന്നും എടുത്ത് പരിശോധിക്കേണ്ട. ഇതിനകത്ത് ഏതെങ്കിലും ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ്. ആ ഒരു ചിന്തയോടുകൂടി തന്നെ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി അതേപോലെ തന്നെ ഇത് മറ്റൊരു കേസിലേക്ക് എടുത്താൽ നോക്കിയേ, 5 × 2 + 1 അല്ലയോ 11. അതേപോലെ തന്നെ 11 × 2 + 1 അല്ലയോ 23. അതേപോലെ തന്നെ 23 × 2 എത്രയാ? 46 + 1 അല്ലേ 47. ഇനി 47 × 2
എത്രയാ? 47 ഇൻറ്റു 2 എത്രയാ? 94 അല്ലേ? പ്ലസ് 1 എത്ര? 95. അങ്ങനെയും കണ്ടുപിടിക്കാം. ഇനി 95 ഇൻറ്റു 2 എത്ര? 190 പ്ലസ് 1 191. അപ്പോൾ നെക്സ്റ്റ് നമ്പർ നമുക്ക് അതുപോലെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ റോങ് വൺ എന്ന് പറയുന്ന ഏതാണ്? 96 ആണ്. ഏത് വരും? 96. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്? ക്ലാസിഫിക്കേഷൻ്റെ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഈ 10 എണ്ണത്തിലെ 10 ശരിയായിട്ടുള്ളവർ എന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കല്ലേ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ചൂസ് ദ വേർഡ് വിച്ച് ഈസ് ലീസ്റ്റ് ലൈക്ക് ദ അതർ വേർഡ്സ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പോൾ ഈ കൂട്ടത്തിൽ അവിടെയും എന്ത് തന്നെയാണ്? കൂട്ടത്തിലെ ഒറ്റയനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ജോമെട്രി, ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, മാത്തമാറ്റിക്സ്. ഏതാണ്? ജോമെട്രി ഉണ്ട്, ഓൾജിബ്ര ഉണ്ട്, ട്രിഗ്നോമെട്രി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് വരും? യെസ്, ഗോട്ട് ഇറ്റ്. അത് തന്നെ. ഏതാണ്? മാത്തമാറ്റിക്സ് അല്ലേ? ബാക്കിയെല്ലാം ഏതാണ്? മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ചസ് ആണ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ ജോമെട്രി ആയിക്കോട്ടെ മാത്തമാറ്റിക്സിനകത്ത് പഠിക്കാനുള്ളതാണ്. ഓൾജിബ്ര എന്ന് പറയുന്ന മാത്തമാറ്റിക്സിനകത്തുള്ളതാണ്. ട്രിഗ്നോമെട്രിയും ഏതിനകത്തുള്ളതാണ്? മാത്തമാറ്റിക്സിലുള്ളതാണ്. ഓക്കെ അല്ലേ? ദെൻ അപ്പം അതും ഓക്കെ, സെറ്റ്. ഇനി അടുത്തത് നോക്കിയടേ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ഏതാണ്? 12. നോക്കിയടേ, 32 15 86 42 56 26 74 36. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത്, എങ്ങനെ, ഏത് രീതിയിൽ വരും? അപ്പം നമ്മൾ കഴിഞ്ഞ നമ്മുടെ റീസണിങ്ങിൻ്റെ തന്നെ അനലോഗിയുടേതിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. വലുതിന്ന് ചെറുതിലോട്ടാണെങ്കിൽ തിരിച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. തിരിച്ച് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 15 നമുക്കറിയാം. 15 ഇൻറ്റു 2 പ്ലസ് 2 ആണ് ഏത്? 32 അല്ലേ? ഓക്കെ ആണല്ലോ? 15 ഇൻറ്റു 2 30 പ്ലസ് 2 32. അതേപോലെ തന്നെ നോക്കിയടേ, 42 ഇൻറ്റു 2 84 പ്ലസ് 2 ആണ് ഏത്? 86. അപ്പോൾ അത് രണ്ടും ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, 26 ഇൻറ്റു 2 എത്രയാ? 52. 52 പ്ലസ് 2 ആണ് ഏതെന്ന് പറയുന്നത്? 54. പക്ഷേ ഇവിടെ 56 26. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഏതാ? 56 26. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഏതാണ്? ഓപ്ഷൻ സി, 56 26. ഓക്കെ അല്ലേ? ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യനിൽ ഏതാണ്? ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് ആണ്. ഡെത്ത് ഡിസീസ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. വൈൻ എന്ന് പറയുന്ന ഏതാണ്? ഗ്രേപ്പ് ആണ്. ബട്ടർ എന്ന് പറയുന്ന ഏതാണ്? മിൽക്ക്. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെത്ത് ഡിസീസ് ആണ്, വാട്ടർ ഓക്സിജൻ ആണ്, വൈന് എന്താണ്? ഗ്രേപ്സ് ആണ്, ബട്ടർ എന്ന് പറയുന്നത് എന്താണ്? മിൽക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് വരും? വാട്ടർ നമുക്കറിയാം H2O ഏതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓക്സിജൻ വെച്ചിട്ടല്ലേ? ഇതേപോലെ തന്നെ വൈന് ഏതാണ്? ഗ്രേപ്പിൽ നിന്നല്ലേ? ബട്ടർ മിൽക്കിൽ നിന്നല്ലേ? പക്ഷേ ഡെത്ത് ഡിസീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അങ്ങനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഡിസീസ് കാരണം മാത്രമേ മരിക്കൂ എന്നൊരിക്കലും പറയുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഏത് ഒരു ഓഡ് വണ്? ഓപ്ഷൻ എ, ഡെത്ത് ഡിസീസ്. ഓപ്ഷൻ എ, ഡെത്ത് ഡിസീസ്. ദെൻ ഇനി അതേപോലെ തന്നെ അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതും ഒരു സീരീസിനകത്ത് ഓഡ് വണ്ണിനെ കണ്ടുപിടിക്കാനാണ്. 3 4 10 33 135 685 4116. ഇതിനകത്ത് 10 33 135 685. ഇത്തരത്തിൽ ഏതാണ് ഓഡ് വൺ എന്ന് പറഞ്ഞ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സീരീസ് എന്ന രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഈ രണ്ടെണ്ണം തമ്മിൽ ഒന്നിൻ്റെ വ്യത്യാസം, ഇവിടെ 6 വ്യത്യാസം, ഇവിടെ 23 വ്യത്യാസം, എങ്കിലും ഒരു ലോജിക്ക് നമുക്കവിടെ കിട്ടുന്നില്ലല്ലോ. ഇനി മറ്റൊരു കാര്യം, ഇപ്പം 3 ആദ്യത്തെ 3 ആണ്. 3ഉം 4 തമ്മിലുള്ള ബന്ധം എന്താണ്? +1 ആണല്ലേ? അപ്പോൾ 3 × 1 +1 ആണ് ഏത്? 4. ഇനി അതേപോലെ തന്നെ 4 × 2 8 +2 ആണ് ഏത്? 10. അതേപോലെ തന്നെ 10 × 3 30 +3 ആണ് ഏത്? 33. അപ്പോൾ അടുത്ത നോക്കിയേ, 33 × 4. 33 × 4 എത്രയാ? ആലോചിച്ച് നോക്കിയേ.
33 × 4 66 126 126 പ്ലസ് 4 എത്രയാ 130. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഏതാണ്? തെറ്റാണ് അല്ലേ? അപ്പോൾ 135 ഏത് വരേണ്ടത്? ആൻസർ വരേണ്ടത് എത്രയാണ്? 135. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ക്ലിയർ? അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ATNIR ഏതാണ്? ATNIR CUTKR ADROTMAR. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. നോക്കിയേ, തന്നിരിക്കുന്ന വേർഡ്സ്, തന്നിരിക്കുന്ന ലെറ്റേഴ്സ് എന്ത് ചെയ്യുന്നില്ല, നമുക്കൊരു കണക്ഷൻ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ആ വേർഡ്സ്, തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരു വേർഡാക്കി മാറ്റാൻ പറ്റുന്നുണ്ടോ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു രീതിയിൽ വന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഷഫിൾ ചെയ്തിരിക്കുന്ന സാധനത്തിനെ ഒരു വേർഡാക്കി മാറ്റാൻ പറ്റുമോ നോക്കിയേ. ഇതിനെ നമുക്ക് ഏതായിട്ട് പറ്റും? ട്രെയിൻ. ഏതായിട്ട് പറ്റും? ട്രെയിനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ നോക്കി, ഒന്നാമത്തത് എന്താണ്? ട്രെയിനാണ്. രണ്ടാമത്തതോ? CUTKR ട്രക്ക് വരും അല്ലേ? മൂന്നാമത്തെ ഏതാണ്? ADRO റോഡ്. അതേപോലെ തന്നെ TMAR ട്രാം. അപ്പോൾ ഈ 4 കിട്ടിയല്ലേ? അപ്പോൾ തന്നിരിക്കുന്നതിനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് കിട്ടി. അതിനകത്ത് ട്രെയിൻ ഉണ്ട്, ട്രക്കുണ്ട്, ട്രാം ഉണ്ട്. എന്താണ്? വെഹിക്കിൾ ആണല്ലേ? അതെല്ലാം വെഹിക്കിളാണ്. മറ്റേതെന്താണ്? റോഡ്. ഈ ട്രാം നിങ്ങൾ കേട്ടിട്ടില്ല? നിങ്ങൾ ഈ എവിടെ, നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ സൂയിൽ ചെല്ലുമ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഇല്ലേ? അപ്പോൾ അതൊക്കെ അതല്ല, ഈ പാളത്തിലൂടെ ജുറാസിക് പാർക്ക് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ഒരു വണ്ടി ചില പാളത്തിലൂടെ മാത്രമായിട്ട് പോകുന്ന കാറൊക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ ഏതുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് പറയാൻ ട്രാം വെഹിക്കിളായിട്ട് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ATNIR, പിന്നെ അതേപോലെ CUTKR, പിന്നെ TMAR, ഈ 3 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? ഏതാണ്? വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ADRO, അതായത് റോഡ് പോലുള്ള കാര്യങ്ങളാണ്. ഏതാണ്? റോഡ് പോലുള്ള കാര്യങ്ങൾ. ഓക്കെ ആണോ? അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ചേക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മിക്കുകയാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇതേപോലെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വൊക്കാബുലറിയിൽ നിങ്ങൾക്ക് അത്രയും സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. വെറുതെ ഒരു മാർക്ക് കൊണ്ട് കളയണ്ട. കാരണം പലർക്കും പറ്റുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടൊരു വേർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊന്നും ചിലപ്പോൾ എന്ത് കാണത്തില്ല, ഒരു മീനിങ് കാണത്തില്ല. ചിലപ്പോൾ കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്കോ കാര്യങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൊത്തം ഇപ്പോൾ 15 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ അല്ലേ? ഇനി 5 ക്വസ്റ്റ്യൻ കൊണ്ടുണ്ട് ഇതിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കാണാം. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. നോക്കിയേ, ഇച്ചിരി തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തില്ലയോ? അതുപോലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കി, A എന്ന് പറയുന്നത് RTCROA, പിന്നെ B എന്ന് പറയുന്നത് JLBNIR, പിന്നെ C എന്ന് പറയുന്നത് ATMOOT, D എന്ന് പറയുന്നത് ANANBA. അപ്പോൾ മക്കളെ, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു അധ്യാപകൻ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, വൊക്കാബുലറിയിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ കൈ കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതിനെ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് മൊത്തം ഷഫിൾ ചെയ്തിരിക്കും. അപ്പം നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ +2 -2 എന്നോ +1 -1 എന്നോ പറഞ്ഞ സാധനങ്ങളൊന്നും ഇവിടെ പോകത്തില്ല. പകരം എന്താണ്, ഈ തന്നിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വേർഡാക്കി മാറ്റുക. വേർഡാക്കി മാറ്റുമ്പോൾ ഇതിനെ ഏത് വേർഡായിട്ട് മാറും? ഇതേതാണ്? ക്യാരറ്റ് അല്ലേ? CARROT ക്യാരറ്റ്. അടുത്തത് ഏത് വരും? ബ്രിഞ്ചാൾ ഉണ്ടല്ലേ? ബ്രിഞ്ചാൾ വരും. പിന്നെ അടുത്തത് ഏത് വരും? ഒന്ന് ആലോചിച്ച് നോക്കി.
ടൊമാറ്റോ വരും. അടുത്തത് ഏതാണ്? BANA, ബനാന. അപ്പോൾ 4 എണ്ണമായി അല്ലേ? ഏതൊക്കെയാ? ക്യാരറ്റ്, ബ്രിഞ്ചാൾ, ടൊമാറ്റോ, ബനാന. ഇനിയിപ്പോൾ കിട്ടും. ആ സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയോ പിന്നെ നമുക്ക് ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഏത് വരുവിടെ? ബനാന. അപ്പോൾ ഓപ്ഷൻ ഡി ആ. കാരണം എന്തുകൊണ്ടാ? ബാക്കി എല്ലാത്തിൻ്റെ നെയിം എവിടെ കിടക്കുക? നമ്മുടെ വെജിറ്റബിൾസിൽ നിൽക്കുകയാണല്ലേ? അത് മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ബനാനയാണ് ഓഡ് വൺ. കാരണം ബാക്കി എല്ലാം എന്താണ്? വെജിറ്റബിൾസ് ആണ്. പിന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാം മക്കളെ, ഏതാണ് വൊക്കാബുലറിയിൽ നിങ്ങൾക്ക് അത്ര സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ജംബിൾഡ് വരുന്ന ലെറ്റേഴ്സിനെ കൂട്ടി എന്താക്കി മാറ്റാവുള്ളൂ? വേർഡ്സ് ആക്കി മാറ്റി ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ടെലിഫോൺ ഉണ്ട്, ടേപ്പ് റെക്കോർഡർ ഉണ്ട്, ട്രാൻസിസ്റ്റർ ഉണ്ട്, ടെലസ്കോപ്പ് ഉണ്ട്. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടെലിഫോണ്, ടേപ്പ് റെക്കോർഡർ, ട്രാൻസിസ്റ്റർ. ചില ആളുകൾ ഇത് ഞാൻ ഒരിടത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താണ്? ടേപ്പ് റെക്കോർഡറാണ്. കാരണം ഇതിലേ ഉള്ളൂ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. കാരണം ഞാൻ ആദ്യമേ ഈ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്തപ്പോൾ ആദ്യമേ പറഞ്ഞില്ലേ, ഓരോന്നിൻ്റെ ഫീച്ചർ നോക്കിയിട്ട് കാര്യമില്ല, എല്ലാത്തിനെയും കോമൺ ആയിട്ട് നോക്കുക. ഏത് വരും? പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. കമൻറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി മുന്നോട്ട് പോകുക. നോക്കിയേ, ടെലിഫോൺ, ടേപ്പ് റെക്കോർഡർ, ട്രാൻസിസ്റ്റർ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ അല്ലേ ഏതാണ്? നമുക്കറിയാം, കമ്പ്യൂട്ടർ പഠിച്ചവർക്ക് ആണെങ്കിൽ അറിയാം. എത്രാമത്തെയാ? കമ്പ്യൂട്ടറിൻ്റെ 2ാമത്തെ ജനറേഷനകത്ത് വരുന്നതാണ് ഏത്? ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ ആ രീതിയിലൊന്നും വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട അല്ലേ? അപ്പം ഞാനത് പറഞ്ഞപ്പോഴാണ് പലരുടെയും മനസ്സിലായത് 2ാമത്തെ ജനറേഷൻ വരുന്നത്. അത് പോട്ടെ. അപ്പോൾ പിന്നീടുള്ള ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ടെലിഫോൺ ആയിക്കോട്ടെ, ടേപ്പ് റെക്കോർഡർ ആയിക്കോട്ടെ, ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ, ഇത് മൂന്നും ഏതിനെ സംബന്ധിച്ചിട്ടുള്ളതാ? ഓഡിയോ. കാരണം ഈ ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഐഡിയ, നമ്മൾ പണ്ടല്ലേ ഏതൊരു സിനിമ ഉണ്ടല്ലോ, ശ്രീനിവാസൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ, പവനായി ശവമായി എന്ന് പറയുന്ന ഏതാ? അത് കമൻ്റ് ഒന്നും ചെയ്യണ്ട. അതിനകത്ത് ഒരു റേഡിയോ കൊണ്ട് വെക്കത്തില്ലായിരുന്നു മോഹൻലാലിൻ്റെ? അതിൻ്റെ പേര്? ഉന്തുവണ്ടിയിൽ. അത് ട്രാൻസിസ്റ്റർ അല്ലേ? അപ്പോൾ അതെന്താണ്? ഓഡിയോയെ സംബന്ധിച്ചിട്ടുള്ള കേസ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് നിങ്ങൾ ഓടിപ്പോയ ആ ഒരു സിനിമ കാണണമെന്നല്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കാൻ ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇതാ ചില ആളുകൾ പറയുന്നത് എന്താണ്? സിനിമ പേര് വെച്ചിട്ട് കോഡ് തയ്യാറാക്കും. അങ്ങനൊന്നുമില്ല കേട്ടോ. നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഏതാണോ ബെറ്റർ നമ്മളത് ചൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഏതാണ്? ടെലസ്കോപ്പ് ആണ് അല്ലേ? ടെലസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാനായിട്ട് സാധിക്കും അല്ലേ? ദൂരെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ദൂരെയുള്ള കാര്യങ്ങൾ കാണുക, ടെലസ്കോപ്പിന് അതാണ് ഉപയോഗം. പക്ഷെ അതിലൂടെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമ്മൾ പറയുമ്പോൾ ഒബ്സർവ് ചെയ്യാൻ, ദൂരെയുള്ള കാര്യങ്ങളെ കാണുക എന്നുള്ളതിലും നല്ലത് ദൂരെയുള്ള കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ടെലസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 17 ഇനി അടുത്ത 18ാമത്തെ ചോദ്യം. അപ്പോൾ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഗുപ്ത ഡൈനാസ്റ്റി, നന്ദ ഡൈനാസ്റ്റി, മൗര്യ ഡൈനാസ്റ്റി, ചോള ഡൈനാസ്റ്റി. കിടക്കുന്ന ഹിസ്റ്ററി എന്താ ചെയ്യുക അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അനലോഗിയെ സംബന്ധിച്ചിട്ട് പറഞ്ഞപ്പോൾ ഇതേപോലെ ഐറ്റം വന്നു. ക്ലാസിഫിക്കേഷൻ ഉണ്ടേ അങ്ങനെ ഒരു ഐറ്റംസ്. അപ്പം നോക്കിയേ, ഇതിനകത്ത് എങ്ങനെ വേർതിരിക്കും? ഇതിനകത്ത് ഓട് വണ്ണ ഏതാ? ഗുപ്തയുണ്ട്, നന്ദയുണ്ട്, മൗര്യയുണ്ട്, പിന്നെ ചോളയുണ്ട്. ഏതാ? ഓപ്ഷൻ ഡി ചോള. കാരണം ഇത് മാത്രമേ ഉള്ളൂ ഏത്? സൗത്ത് ഇന്ത്യൻ ബേസ് ചെയ്തിട്ട് വരുന്നത്. ബാക്കിയെല്ലാം എവിടെ കിടക്കുക? നോർത്തിലാണ്. ബാക്കിയെല്ലാം എവിടെ ഉള്ള ഐറ്റംസ്? നോർത്തിലുള്ളതാണല്ലേ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, കഴിഞ്ഞ നമ്മുടെ സീരീസ് നമുക്കറിയാം. ഏതാണ് നമ്മളുടെ സീരീസ്? ഗ്രൂപ്പ് ഡിയുടെ നമ്മുടെ ലേണിംഗ് എക്സ്പ്രസ് ബാച്ച് എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. അതിൻ്റെ വീഡിയോസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റീസണിങ്ങിൻ്റെ നമ്മൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അനലോഗി പറഞ്ഞപ്പോൾ GKയുടെ കാര്യങ്ങൾ പറഞ്ഞു. അവിടുത്തെ പോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? GK വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം. അപ്പോൾ ഇത് മാത്രമല്ല, ഈ നമ്മളെ പഴയ പ്രസിഡൻസിൻ്റെ പേരൊക്കെ തന്നിട്ട് ചിലപ്പോൾ അതിനകത്തൊരു പ്രധാനമന്ത്രിയെ കയറ്റിവിടും. ഓക്കെ ആണല്ലോ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസിഫിക്കേഷനകത്ത് സ്ഥിരമായിട്ട് വരുന്നതാണ് കേട്ടോ. പിന്നെ പല സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിട്ട്, നോബൽ സമ്മാന ജേതാക്കളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഏതിനകത്ത് വരാറുണ്ട്? ക്ലാസിഫിക്കേഷനകത്ത് വരാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ ഏണസ്റ്റ് അക്കാഡമി എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ, മറക്കണ്ട. ദെൻ അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 49, 37, 21, 44,
പിന്നെ 77, 14, 91, 121. ഇതിനകത്ത് ഏത് വരും ഇവിടെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് ഏത് വരും? അപ്പോൾ ഞാൻ ഒരു ക്ലൂ തരാം. ഒരു കോമൺ ആയിട്ടുള്ളൊരു മൾട്ടിപ്പിൾ എന്നുള്ള കാര്യം, ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ അതൊന്ന് ഓർത്താൽ മതി. അതിൻ്റെ റിമൈൻഡറും ഒന്ന് ഓർത്താൽ മതി. മൾട്ടിപ്പിൾ റിമൈൻഡർ അത്രയുമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. നോക്കിയുടെ 49, 21, 77, 91 എല്ലാം ഏതാണ്? 7ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി നോക്കിയേ, 37 എന്ന് പറയുന്നതിനകത്ത് ഏതുണ്ട്? ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ അകത്തില്ല, അടുത്തുണ്ട്. 35 + 2 ആണ് ഏത്? 37. അതേപോലെ തന്നെ 42 + 2 ആണ് 44. ഇവിടെ 14 മൾട്ടിപ്പിൾ തന്നെയാണ്. പിന്നെ 119 എന്ന് പറഞ്ഞാൽ ഏതാ? 17 × 7 ആണ് ഏത്? 17 × 7 ആണ് ഏതെന്ന് പറയുന്നത്? 119. അതേ +2. അപ്പം നോക്കിയേ, ഓപ്ഷൻ സി ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും രണ്ടാമത്തത്. രണ്ടാമത്തത് എന്താണ്? 7ൻ്റെ മൾട്ടിപ്പിൾ +2. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതെന്ത് 7ൻ്റെ മാത്രം എടുത്തേന്ന്. കാരണം തൊട്ട് മുമ്പ് കിടന്ന് 49 ആയിക്കോട്ടെ, 21 ആയിക്കോട്ടെ, 77 ആയിക്കോട്ടെ, 91 ആയിക്കോട്ടെ, ഇതിലൊന്നും എന്തില്ല? കോമൺ ആയിട്ട് 7 അല്ലാതെ വേറൊരു നമ്പരില്ല. അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പം ഇങ്ങനെ നമുക്ക് ടേബിൾ, മാത്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. കാരണം ഒരു കാര്യം കൂടെ പറയാം. 1 മുതൽ 25 വരെയുള്ളതിൻ്റെ ടേബിൾ ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണക്കും ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസണിങ് ആ കണക്ക് എന്തിനാണ് പറയുന്നതെന്നല്ല, ഞാൻ ഇവിടെ ഒരു കോമൺ നമ്പർ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഒരു മിക്ക ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി 1 മുതൽ 25 വരെയുള്ള നമ്പറായിരിക്കും അതിനകത്ത് എങ്ങനെ പോയാലും ഈ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ വരുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇനി നമുക്ക് അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 20ാമത്തെയാണ്. ഏതാണ്? ദ ട്രൈബ്യൂൺ, ദ ഹിന്ദു, ഇന്ത്യ ടുഡേ, ദ ടൈംസ് ഓഫ് ഇന്ത്യ. ഒറ്റയടിക്ക് നോക്കുമ്പോൾ എന്ത് പറയാം? ഇന്ത്യ ടുഡേ എന്താണെന്നറിയാമോ? ബാക്കി എല്ലാത്തിൻ്റെ കൂടെ ദി ഉണ്ടല്ലയോ? അങ്ങനെ നോക്കിയാൽ പറ്റൂടെ? ഇല്ല. പക്ഷേ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ ട്രൈബ്യൂൺ ആണോ, ഹിന്ദു ആണോ, ഇന്ത്യ ടുഡേ ആണോ, ദ ടൈംസ് ഓഫ് ഇന്ത്യ ആണോ? ഏതാണ്? ഇന്ത്യ ടുഡേയാ. ദി ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ദി ഇല്ലാത്തതുകൊണ്ടാണെന്ന് വിചാരിക്കല്ലേ. ടൈംസ് ഓഫ് ഇന്ത്യ ഒഴിച്ച് ബാക്കിയെല്ലാം ഡെയിലി ന്യൂസ് പേപ്പേഴ്സാണ്. ഓക്കെ, ടൈംസ് ഓഫ് ഇന്ത്യ ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ഡെയിലി ന്യൂസ് പേപ്പേഴ്സാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പം ഇതിൻ്റെ മറ്റേ ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ എന്താണ്? ഒരു മാഗസിനാണ്. ഇന്ത്യ ടുഡേ എന്താണ്? മാഗസിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് എത്രണ്ണം നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി ലേണിംഗ് എക്സ്പ്രസിൻ്റെ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഫ്രീ വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും പിന്നെ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യുക? താഴത്തെ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കൂടാതെ തന്നെ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ നമ്മളൊരു ഫോമും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്തേക്കുക കേട്ടോ. ആ ഫോം ഫില്ല് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന് വേണ്ടിയുള്ള എക്സ്പ്രസ് ലേണിംഗ് ബാച്ചിൻ്റെ ഫ്രീ കോഴ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടി, ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഫ്രീ കോഴ്സായിട്ട് തന്നെയാണ് നമ്മളിവിടെ നൽകുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിൽ ആ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? മറക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ തന്നെ പഠിക്കാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ. നമ്മുടെ മുന്നിൽ എന്ന് മാത്രമേ ഉള്ളൂ? 3 കാര്യങ്ങളേ ഉള്ളൂ. എന്താ? പഠിക്കുക, പഠിക്കുക, പഠിക്കുക. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി നമുക്ക് കാണാം. അപ്പം സൈനിങ് ഓഫ് ഫ്രം സുബിൻ സുബകൻ. ബൈ.